7 8 ആചാരങ്ങളുള്ള ഒരു കല്യാണത്തിന് ഞാൻ വഴങ്ങേണ്ടുന്നത് എനിക്ക് വേണ്ടിയല്ല, ആ. വേറെ ആർക്കും ഒക്കെ വേണ്ടിയിട്ടാണത്. അപ്പൊ അങ്ങനെ ഞാനെന്തിനു വഴങ്ങണം? പറ്റൂല അത്. 2 കാര്യം അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഉം. ഞാനിപ്പം ഏറ്റവും അവസാനം സംഭവിച്ചത് ഞാൻ പറയാം. ഒരു സുഹൃത്തിന്റെ മകളുടെ കല്യാണം. അയാള് ഹിന്ദു, വൈഫ് ക്രിസ്ത്യനുമാണ്. ഉം. കല്യാണം നടക്കുമ്പോഴത്തേക്ക് അതൊരു പയ്യൻ ഹിന്ദുവാണ്, മകള് ക്രിസ്ത്യാനിന്റെയും ഹിന്ദു മകളാണ്. അപ്പൊ ഈ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ ഒരു സമ്മർദ്ദം വരുമല്ലോ. ഉം. ഒരു ക്രിസ്ത്യൻ പാട്ട് കൂടി അതിനിടയ്ക്ക് വേണം. ഉം. അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തലാണത്. അങ്ങനെ അവർ സമ്മർദ്ദം ചെലുത്തുകയും അയാൾ അതിന് വഴങ്ങിയതുമായിരിക്കണം. ഞങ്ങൾ കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് ഹിന്ദു ആചാരപ്രകാരമാണ് കല്യാണം, താലികെട്ടലും മാലയിടയിലും ഒക്കെയാണ്. പിന്നെ ഈ പറയുന്നത് ക്രിസ്ത്യൻ വെഡിങ് റിങ് കയറി വരും, അകത്ത് പോയിട്ട് പാലമ്പഴം മുസ്ലിംസിൻ്റെയാണ്. കാരണം മുസ്ലിംസിൻ്റെ പാലമ്പഴവും വരുന്നത് തന്നെ പെൺകുട്ടിയെ ഈ കല്യാണ ചെറുക്കൻ കാണുന്നത് അവിടെ വെച്ചാണ്. ഉം. നിക്കാഹ് ചെറുക്കനും പെൺകുട്ടിയുടെ അച്ഛനും തമ്മിലുള്ള ഒരു കരാറാണ്. ഈ കരാറിന് ശേഷമാണ് പെൺകുട്ടിയെ കാണുന്നത്. അതിനാണ് ഈ പാലും പഴവും കൂടെ വെച്ചിട്ടുള്ള ഒരു അനുഷ്ഠാനം അവിടെ ഉണ്ടാക്കി വെച്ചത്. ഇതിനിടയ്ക്ക് ഒരു ക്രിസ്ത്യൻ പാട്ട് ഈ കല്യാണത്തിനൊക്കെ, ഞാൻ പറഞ്ഞ സുഹൃത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഒരു ക്രിസ്ത്യൻ പാട്ട്, കോയർ സംഘം ഉണ്ടല്ലോ, അവർ പാടുന്നു. എല്ലാവരും എണീറ്റ്. ഞാൻ എണീറ്റില്ല, ഞാൻ അവിടെ ഇരുന്ന്. എല്ലാവരും എണീറ്റ് പാട്ട് കഴിഞ്ഞ് എല്ലാവരും ഇരുന്നു. എൻ്റെ അടുത്ത് വിളി ചോദിച്ചു, ഇയാൾ തനി സ്വഭാവം തന്നെ കാണിച്ചല്ലേ? അല്ല, എണീറ്റില്ല. ഞാൻ ഇത് ആചാരം ഹിന്ദുവിൻ്റെതാണെങ്കിൽ അതിനിടയ്ക്ക് ഇതുകൊണ്ട് കുത്തിക്കയറ്റേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഭാര്യ അങ്ങനെ ഒരു വാശിക്ക് നീണ്ട ക്രിസ്ത്യൻ ആചാരപ്രകാരം കല്യാണം നടന്നാൽ മതി. രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നത് എന്തിനാണ്? ഇല്ലേ? അല്ല, അപ്പൊ പേഴ്സണലായ കാര്യമാണ്. അല്ല, ഈ രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നിടത്ത് ഞാൻ നിൽക്കാറില്ല.